കേരളത്തിന് എന്നും നോവായി മാറിയ ഓർമ്മയാണ് വണ്ടിപ്പെരിയാർ ചുരുളകത്തെ 6 വയസ്സുകാരി. ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട് 4 വർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കേഴുകയാണ് അച്ഛനും അമ്മയും. 2021 ജൂൺ 30-നാണ് ചുരുളകത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ കൊലപാതകം എന്ന് സ്ഥിരീകരിച്ച് പോലീസ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവാണ് പ്രതിയെന്ന് കണ്ടെത്തി. എന്നാൽ 2023 ഡിസംബർ 14-ന് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് പ്രതിയെന്ന് കണ്ടെത്തിയ ആളെ കോടതി വെറുതെ വിട്ടു. നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുഞ്ഞ് മരിച്ചിട്ട് ഇന്ന് 4 വർഷം കഴിയുന്നു. അതായത് നമ്മുടെ 2021 ജൂൺ 30-ലാണ് നമ്മുടെ കേസ് നമ്മുടെ കുഞ്ഞ് മരിച്ചതായിട്ട് കണ്ടെത്തുന്നു. പോലീസ് അയൽവാസിയായിട്ട് അർജുനെ അറസ്റ്റ് ചെയ്തു. 4 ദിവസത്തിനകം തന്നെ അവനെ ഇത് കൊലപാതകമാണെന്നുള്ളത് പീഡനമാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അങ്ങനെ കേസ് കട്ടപ്പന കോടതിയിൽ 2.5 വർഷം നീണ്ടു നടന്നു. അതിനുശേഷം നമ്മൾ നല്ലൊരു വിധി ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് 2.5 വർഷക്കാലം ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇവനെ വെറുതെ വിട്ടുകൊണ്ട് ഒരു വിധി പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇത്രയും കാലങ്ങളായിട്ട് അവൻ ഇപ്പോൾ ഒരു കൊലയാളി നമ്മളെ കുഞ്ഞിനെ കൊന്ന് കെട്ടിത്തൂക്കി അവനെ ഒരുത്തൻ ഫ്രീ ആയിട്ട് നടക്കുന്നു. ഇങ്ങനെയൊക്കെ അവൻ്റെ സ്വന്തം കാര്യങ്ങൾ നടക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് എത്രയും പെട്ടെന്ന് കേസ് കോടതിക്ക് വരണം, നമുക്ക് നീതി കിട്ടണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം 3 പ്രോസിക്യൂട്ടർമാരുടെ പേരുകളും സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയതുമാണ്. പക്ഷേ അത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിന്റെ CPM രാഷ്ട്രീയ സ്വാധീനം നേരത്തെ ചർച്ചയായിരുന്നു. നിലവിൽ പ്രോസിക്യൂഷനെ നിയമിക്കുന്നതിലെ നടപടികൾ വൈകുന്നതിലും രാഷ്ട്രീയമുണ്ടെന്നാണ് ആരോപണം. പോലീസ് കണ്ടെത്തിയ ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ മറ്റാര് എന്ന ചോദ്യവും അവശേഷിക്കുന്നു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.